എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും MRC ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നോക്കാൻ പോകുന്നത് 24 ഇഞ്ച് സോണി LED TV ആണ്. അപ്പോൾ ഈ ടിവിയുടെ പ്രശ്നം എന്ന് പറയുന്നത് ഈ TV ഓൺ ചെയ്ത് കഴിഞ്ഞാൽ സൗണ്ടും ബാക്ക് ലൈറ്റും കത്തി കിടക്കും, പക്ഷേ ഡിസ്പ്ലേ വർക്ക് ചെയ്യുന്നില്ല. അതാണ് ഈ ഒരു ടിവിയുടെ പ്രശ്നം. അപ്പോൾ ഇത് പാനൽ സംബന്ധമായിട്ടുള്ള ഒരു കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ നമുക്കിതൊന്ന് അഴിച്ച് ഇതിന് ഓപ്പൺ ചെയ്തിട്ട് ഇതിനകത്ത് പാനലിലോട്ട് സപ്ലൈ എല്ലാം പോകുന്നുണ്ടോ, പാനലിൽ സപ്ലൈ എല്ലാം ക്രിയേറ്റ് ആവുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യണം. ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ സ്കെയിലർ ബോർഡിലുള്ള സപ്ലൈയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻറ്റ് ആദ്യം നമുക്കൊന്ന് നോക്കാം. കംപ്ലൈൻറ്റ് നമുക്കിതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓൺ ചെയ്യുമ്പോഴത്തേക്കും ഗ്രീൻ കളർ ലൈറ്റ് കത്തിയിട്ടുണ്ട്, ബാക്ക് ലൈറ്റും ഓൺ ആയിട്ടുണ്ട്. ബാക്ക് ലൈറ്റ് അല്ലേ, ഇങ്ങനെ ടച്ച് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും നമുക്ക് അറിയാൻ പറ്റും ബാക്ക് ലൈറ്റ് ഓൺ ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന്. വളരെ ഫാസ്റ്റിന് അടിച്ചുള്ളതായിട്ട് പൊട്ടിപ്പോവും. ഒരു മയത്തിന് അടിച്ചു കഴിഞ്ഞാൽ അത് മാത്രമേ അങ്ങനെ കാണാൻ പറ്റൂ. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് അഴിച്ചിട്ട് വരാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇൻറ്റേർണൽ സൈഡ്. ഇത് മദർ ബോർഡാണ്. ഇത് ഈ ഒരു TV എന്ന് പറയുന്നത് 19 വോൾട്ട് അഡാപ്റ്ററിലാണ് വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ ഈ സൈഡിലായിട്ടാണ് അതിൻ്റെ സ്കെയിലർ ബോർഡ് ഇരിക്കുന്നത്. നമുക്ക് തിരിച്ച് വയ്ക്കാം. ബോർഡ് ഓൺ ആവുന്നുണ്ട്. നമ്മൾ ഡിസ്പ്ലേ ആണ് ഇതിൽ വർക്ക് ചെയ്യാതിരിക്കുന്നത്. അപ്പോൾ ഡിസ്പ്ലേക്ക് പോകുന്ന വോൾട്ടേജ് ബക്ക് കൺവേർട്ടർ സെക്ഷൻ ഇതാണ്. ഇത് 12 വോൾട്ട് പാനലാണ്. അപ്പോൾ ഇവിടെ 12 വോൾട്ട് ജനറേറ്റ് ആവണം. ഈ ഒരു പാനൽ 12 വോൾട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 12 വോൾട്ട് ജനറേറ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കുക. 12 വോൾട്ട് ജനറേറ്റ് ആവുന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കെയിലർ ബോർഡ്, ഇതിനകത്തിരിക്കുന്ന സ്കെയിലർ ബോർഡ് അഴിച്ച് അതിനകത്ത് എന്തെങ്കിലും ഷോർട്ടിങ്ങോ മറ്റു കാര്യങ്ങളോ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഈ സപ്ലൈ കൊടുത്തിട്ട് ഇവിടെ 12 വോൾട്ട് വരുന്നുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാം. മൾട്ടിമീറ്റർ വോൾട്ടേജ് മോഡിലോട്ട് ഇടുക. എന്നിട്ട് 19 വോൾട്ട് അഡാപ്റ്ററിൻ്റെ കണക്ഷൻ കൊടുക്കുക. ഞാൻ അഡാപ്റ്റർ പ്ലഗ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ബ്ലാക്ക് പ്രോബ്, അത് നമ്മൾ ഇവിടെ ഏതെങ്കിലും ബോഡിയിൽ ഗ്രൗണ്ട് ചെയ്തിട്ട് ഇവിടെ എത്ര വോൾട്ടേജ് വരുന്നുണ്ട്, 19 വോൾട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് ഔട്ട്പുട്ട് കപ്പാസിറ്ററിൽ ഒന്നും തന്നെ ഇല്ല. ബാക്ക് ലൈറ്റ് ഓണായി നിൽപ്പുണ്ട്. ഇവിടെ ഇത് ഫ്യൂസാണ്. 19 വോൾട്ടിൽ ഈ ഒരു ബക്ക് കൺവേർട്ടറിൽ വരുന്ന ഫ്യൂസാണ്. അത് കഴിഞ്ഞിട്ട് വരുന്ന ഈ ഒരു കപ്പാസിറ്ററിൽ നമുക്കിവിടെ 19 വോൾട്ട് വരുന്നുണ്ട്. ഇവിടെ ഇത് ഔട്ട്പുട്ട് കപ്പാസിറ്റർ. ഈ ഔട്ട്പുട്ട് കപ്പാസിറ്ററിൽ വോൾട്ടേജ് ഒന്നും തന്നെ വരുന്നില്ല. ഇനി നമുക്കൊന്ന് പവർ ഓഫ് ചെയ്യാം. പവർ ഓഫ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ LVDS കണക്ടർ അഴിച്ചിടുക. എന്നിട്ട് പവർ കൊടുക്കുക. തിരിച്ച് പവർ കൊടുക്കുക. ഞാൻ ഇവിടെ പവർ കൊടുത്തിട്ടുണ്ട്. പവർ കൊടുത്തിട്ട് ഒന്നും കൂടെ വോൾട്ടേജ് ചെക്ക് ചെയ്യുക. ഇവിടെ 19 വോൾട്ട് വരുന്നുണ്ട്. ഔട്ട്പുട്ടിൽ വോൾട്ടേജ് ഒന്നും തന്നെ കാണിക്കുന്നില്ല. അതായത് ഈ ബക്ക് കൺവേർട്ടർ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നില്ല. ഈ ബക്ക് കൺവേർട്ടർ നമ്മുടെ കയ്യിൽ ഈ ICയോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അതിന് പകരമായിട്ട് നമുക്കൊരു ബക്ക് കൺവേർട്ടർ മൊഡ്യൂൾ ഇതിനകത്ത് ഫിറ്റ് ചെയ്യാം. ഇതാണ് ബക്ക് കൺവേർട്ടർ മൊഡ്യൂൾ. ഇത് സ്റ്റെപ്പ് ഡൗൺ മൊഡ്യൂളാണ്. ഇതിൻ്റെ സ്റ്റെപ്പ് അപ്പ് മൊഡ്യൂളും ഉണ്ട്, സ്റ്റെപ്പ് ഡൗൺ മൊഡ്യൂളും ഉണ്ട്. അപ്പോൾ ഇതൊന്ന് പൊട്ടിച്ച് ഓക്കെ. ഇനി സ്റ്റെപ്പ് അപ്പും സ്റ്റെപ്പ് ഡൗൺ മൊഡ്യൂളും എങ്ങനെ തിരിച്ചറിയാമെന്ന് നോക്കാം. ഈ സ്റ്റെപ്പ് ഡൗൺ മൊഡ്യൂളിനകത്ത് ദാണ്ട് ഇവിടെ ഒരു LED ഉണ്ടാവും. പക്ഷേ സ്റ്റെപ്പ് അപ്പ് മൊഡ്യൂളിനകത്ത് ഈ LED ഉണ്ടാകത്തില്ല. ഇതാണ് അതിനകത്തുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. കാണുമ്പോൾ രണ്ടും സെയിം ഇതേ കണക്ക് തന്നെയായിരിക്കും ഇരിക്കുന്നത്. ഓക്കെ, നമ്മുടെ ഇവിടെ ഇൻപുട്ട് കൊടുക്കാം. ഇൻപുട്ട് വേരിയബിളാണ്. എത്ര വോൾട്ട് ഇതിനകത്ത് നമുക്കൊരു 24 വോൾട്ട് വരെ ഇൻപുട്ട് കൊടുക്കാം. 5 മുതൽ 24 വോൾട്ട് വരെ ഇൻപുട്ട് കൊടുക്കാം. നമുക്കിവിടെ നിന്ന് 1.8 മുതൽ റെഡ്യൂസ് സ്റ്റാർട്ട് ചെയ്യും. ഏറ്റവും കുറഞ്ഞത് 1.8 ആണ്. അതിന് മുന്നോട്ടുള്ളത് എല്ലാം ഈ ഒരു ഇൻപുട്ടിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് ഇവിടെ ഔട്ട്പുട്ട് കിട്ടുന്നത്. ഇപ്പോൾ 12 വോൾട്ട് ഇൻപുട്ടാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് 1.8 ടു 12 വോൾട്ട് വരെ ഇത് ബക്ക് കൺവേർട്ട് ചെയ്ത് നമുക്ക് ഇത് റെഡ്യൂസ് ചെയ്തെടുക്കാൻ പറ്റും. അതിനെ റെഡ്യൂസ് ചെയ്യുന്നതിന് ഈ ഒരു പൊട്ടൻഷ്യോ റെസിസ്റ്റൻസ് ഉണ്ട്. ഇത് നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കറക്കി അഡ്ജസ്റ്റ് ചെയ്ത് ആ വോൾട്ടേജ് അപ്പും ഡൗണും ചെയ്യാൻ പറ്റും.
ഇത് 3 ആംപിയർ ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഈ ഒരു മൊഡ്യൂൾ 3 ആംപിയർ ഔട്ട്പുട്ട് സപ്പോർട്ട് ചെയ്യും. അതായത് നമ്മളൊരു 1 ആംപിയർ ഇൻപുട്ട് കൊടുത്താൽ നമുക്ക് ഔട്ട്പുട്ട് 3 ആംപിയർ ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ ഇതിൻ്റെ പിറകിലായിട്ട് നമുക്ക് ഡബിൾ സൈഡ് സ്റ്റിക്കി ടേപ്പ് ഒട്ടിക്കുക. ഓക്കെ, എന്നിട്ട് ഇത് വയ്ക്കാനുള്ള സ്ഥലം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ഈ ഒരു സൈഡിൽ ഇവിടെ താഴെയായിട്ട് ഇങ്ങനെ ഒട്ടിച്ച് വയ്ക്കാം. അതിനുശേഷം ഇതിനകത്ത് 4 വയർ കണക്ഷൻ കൊടുക്കണമെന്നില്ല, 3 വയർ കണക്ഷൻ കൊടുത്താൽ മതി. ഒരു നെഗറ്റീവ്, ഒരു പോസിറ്റീവ്, പിന്നെ ഔട്ടും. ഇവിടെ ഇപ്പോൾ ഞാൻ പോസിറ്റീവ്, അതായത് 19 വോൾട്ട് കൊടുത്തിട്ടുണ്ട്, നെഗറ്റീവ് ഗ്രൗണ്ട് വയറും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഔട്ട്പുട്ട് വയർ കണക്ഷൻ കൊടുത്തിട്ടില്ല. ഔട്ട്പുട്ട് വയർ കണക്ഷൻ കൊടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വോൾട്ടേജ് ഇതിനകത്ത്, അതായത് നമുക്ക് വേണ്ട 12 വോൾട്ട് സെറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഈ ഒരു കണക്ഷൻ കൊടുക്കത്തുള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് ഇതിനകത്ത് ട്യൂൺ ചെയ്ത് ഇതിനകത്ത് 12 വോൾട്ട് സെറ്റാക്കണം. അതിനുവേണ്ടി നമുക്ക് പവർ ഓൺ ചെയ്യാം. അത് ഓൺ ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ബ്ലൂ കളർ ലൈറ്റ് ഉണ്ടാവും. ഇത് സ്റ്റെപ്പ് ഡൗൺ മൊഡ്യൂളിന് മാത്രമേ ഈ ഒരു ബ്ലൂ കളർ ലൈറ്റ് ഉണ്ടാവും. സ്റ്റെപ്പ് അപ്പ് മൊഡ്യൂളാണെന്നുണ്ടെങ്കിൽ ഈ ലൈറ്റ് ഉണ്ടാകത്തില്ല ഇവിടെ. ഓക്കെ, ബ്ലാക്ക് പ്രോബ് ഗ്രൗണ്ട് ചെയ്യാം. മൾട്ടിമീറ്റർ വോൾട്ടേജ് മോഡിലോട്ട് സെറ്റ് ചെയ്യുക. വോൾട്ടേജ് മോഡിലോട്ട് സെറ്റ് ചെയ്തിട്ട് ഈ റെഡ് പ്രോബ് ഔട്ട്പുട്ട് പ്ലസ്സിൽ പിടിക്കുക. ഇത് പിടിക്കുമ്പോഴത്തേക്ക് നമുക്ക് എത്ര വോൾട്ടേജ് വരുന്നുണ്ട്? 16.3 വോൾട്ട്. അതുകൊണ്ട് ഇതിൽ സെറ്റ് ചെയ്ത് ഇത് കൂടുന്നുണ്ട്. അങ്ങനെ കുറഞ്ഞ് 12. ഓക്കെ, ഇപ്പോൾ 12 വോൾട്ടിൽ സെറ്റ് ചെയ്ത് ഇനി പവർ ഊരിയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് ഡയറക്റ്റ് പവർ കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കവിടെ 12 നമ്മൾ സെറ്റ് ചെയ്ത വോൾട്ടേജ് തന്നെ നമുക്കവിടെ കിട്ടുന്നുണ്ട്. നമ്മൾ പവർ ഓഫ് ചെയ്തിട്ട് ഈ ഒരു ഔട്ട്പുട്ട് വയർ കണക്ട് ചെയ്യുക. അതിന് ശേഷം LCD കേബിൾ കണക്ട് ചെയ്യുക. LCD കേബിൾ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പവർ കൊടുത്തിട്ട് ഇതിൻ്റെ ഡിസ്പ്ലേ വന്നിട്ടുണ്ടോ ഇല്ലയെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഉണ്ടോ? ഇപ്പോൾ ഇതിന് ഡിസ്പ്ലേ വന്നിട്ടുണ്ട്. ഡിസ്പ്ലേ ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടിവിയുടെ പ്രശ്നം എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ ബക്ക് കൺവെർട്ടർ സെക്ഷൻ പോകുന്നതാണ്. ഇത് ഒട്ടുമിക്ക 22 ഇഞ്ച് ടിവികളിലും ഇതേ കണക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു മൊഡ്യൂൾ വെച്ചപ്പോഴത്തേക്കും നമ്മുടെ ടി വി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നമുക്കൊരടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ.